നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററിലെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അല്ലെ. പ്രൊജക്ടൈൽ മോഷൻ ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്കും അറിയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പ്രൊജക്ടൈൽ മോഷന്റെ എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്നെന്താണ്, ഫുട്ബോൾ കിക്ക്ഡ് ബൈ ആൻ ആംഗിൾ അല്ലെ. നമ്മളെല്ലാവരും കുറേയധികം പേരെല്ലാം ബോയ്സ് ഒക്കെ കൂടുതൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ. അപ്പൊ ഫുട്ബോൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പന്ത് തട്ടാറുണ്ടല്ലേ. അപ്പൊ പന്ത് കിക്ക് ചെയ്യാൻ നേരത്ത് പന്ത് വന്ന് വീഴും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്ന്. രണ്ടെന്താണ്, ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ ആണ്. മൂന്ന്, ജാവലിൻ ത്രോൺ ബൈ ആൻ അത്ലറ്റ് ആണ്. നാലാമത് വേണമെങ്കിൽ നമുക്കൊരെണ്ണം പറയാം, ആൻ ആരോ ഷോട്ട് ഫ്രം എ ബോ അല്ലെ. ഒരു അമ്പിൽ നിന്ന് വില്ല് കൊലച്ചു വീഴുന്നത് അല്ലെ. വില്ല് അല്ലെ, അമ്പെയ്ത്ത് അല്ലെ, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമ്മളത് ആലോചിച്ച് നോക്കിയാൽ മതി. സാധാരണ രീതിയിൽ ഇതെല്ലാം വന്ന് വീഴുന്നത് എങ്ങനെയാണ്? അതാണ്ട് ഇങ്ങനെ പോയിട്ട് അതാണ്ട് ഇങ്ങനെയാണ് വന്ന് വീഴുന്നത് അല്ലെ. ഫുട്ബോൾ ഇങ്ങനെ അറ്റൻ ആംഗിളിൽ കൊടുത്തു ഇവിടെ വന്ന് വീണു അല്ലെ. ഇതൊക്കെയാണ് പ്രൊജക്ടൈൽ മോഷന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ആൻ ഒബ്ജക്റ്റ് ത്രോൺ ഓർ പ്രൊജക്റ്റഡ് ബൈ ആൻ ഇനിഷ്യൽ വെലോസിറ്റി that moves freely under the influence of gravity. നമുക്കറിയാം ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് രണ്ടാണ്. ഏകദേശം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ആദ്യം ഒരു ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം. ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിലോ അല്ലെങ്കിൽ ആദ്യം ഒരു ഇനിഷ്യൽ ഫോഴ്സിലോ അല്ലെ. നമ്മൾ ഫുട്ബോൾ കിക്ക് ചെയ്യുകയാണ്, നമ്മൾ ഇനിഷ്യൽ ഫോഴ്സ് മാത്രമേ അതിൽ പ്രയോഗിക്കുന്നുള്ളൂ. നമ്മൾ അമ്പിൽ നിന്ന് വില്ല് വിടുകയാണ്, ആദ്യം ഒരു ഇനിഷ്യൽ ഫോഴ്സേ പ്രയോഗിക്കുന്നുള്ളൂ, പിന്നെ അത് പോയി വീഴുകയാണ്. പിന്നെ ആ ഒബ്ജക്റ്റിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? ദ ഫോഴ്സ് ഫ്രീലി അണ്ടർ ദി ഗ്രാവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ പറയപ്പെടുന്നത് എന്താണ്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയപ്പെടുന്നത് അല്ലെ. an object thrown by an object thrown with an initial velocity, then it moves freely under the gravity അല്ലെ. ഗ്രാവിറ്റിയുടെ ഫലമായിട്ടാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് പിന്നീട് അത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒബ്ജക്റ്റ് താണ്ടെ നോക്കി നിങ്ങൾ താണ്ടെ ഇങ്ങനെ നമ്മളൊരു ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് കൊടുത്തു. സാധാരണയായിട്ട് ഇനിഷ്യൽ വെലോസിറ്റിക്ക് കൊടുക്കുന്നത് യു ആണ്. ചില ടെക്സ്റ്റിൽ v0 കൊടുക്കാറുണ്ട്. രണ്ടായാലും പ്രശ്നമില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ അത് വന്ന് താഴേക്ക് പതിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ പാത്ത് ഉണ്ടല്ലോ മക്കളെ. ഈ പാത്തിന് പറയുന്ന പേരാണ് ട്രാജക്ടറി. എന്ത് പറയും? ട്രാജക്ടറി. ദ പ്രൊജക്ടൈലിന്റെ പാത്തിന് പറയുന്ന പേര് ട്രാജക്ടറി എന്നും ആ ഷേപ്പിന് പറയുന്ന പേര് പരാബോള എന്നുള്ളതുമാണ്. എന്താണ്? പരാബോള എന്നുള്ളതുമാണ്. പരാബോളിക് ഷേപ്പാണ്. കണ്ടോ, ഷേപ്പ് കണ്ടല്ലോ, എന്താ ഷേപ്പാണ്? പരാബോളിക് ഷേപ്പുമാണ്. നമ്മൾ ഇതിനകത്ത് ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട 3 ഡെറിവേഷൻ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്, 2 ഹൊറിസോണ്ടൽ റേഞ്ച്, പിന്നെ മാക്സിമം ഹൈറ്റ്. അതിലോട്ട് വരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ വെലോസിറ്റി കമ്പോണൻസിന്റെ ഒരു ഡയഗ്രാം പറയുകയാണ്. വെലോസിറ്റി കമ്പോണൻസ് നിങ്ങളത് ശ്രദ്ധിക്കൂ. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു വെലോസിറ്റി ആവട്ടെ, ഫോഴ്സ് ആവട്ടെ, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിലും ഞാനിവിടെ വെലോസിറ്റി എടുക്കുകയാണ്. അത് 2 കമ്പോണന്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാറുള്ളത്. ഇത് y ആക്സിസ് ആണ് മക്കളെ, ഇതെന്താണ്? x ആക്സിസ് ആണ്. ഈ x ആക്സിസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയും? u cos θ എന്ന് പറയും. u cos θ എന്ന് പറയും. ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ എന്താ പറയും? u cos θ എന്ന് പറയും. നമ്മൾ ഇതിനെ എന്താ പറയും? u sin θ എന്ന് പറയും. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ഈ വെലോസിറ്റിക്ക് പകരം ഫോഴ്സ് ആണെന്നിരിക്കട്ടെ, വെലോസിറ്റിക്ക് പകരം ഒരു ഫോഴ്സ് ആണെന്നിരിക്കട്ടെ, നമ്മൾ ഇവിടെ എന്താ പറയും? ഇവിടെ നമ്മൾ എന്താ പറയും? f cos θ എന്നും പറയും, f sin θ എന്നും പറയും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, തീറ്റ എന്ന് പറയപ്പെടുന്ന ഒരു ആംഗിളിൽ ഒരു u വെലോസിറ്റിയിൽ, ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തു. അത് വന്ന് ഫ്രീലി അണ്ടർ ദ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ അത് വന്ന് വീണു. അത് y ആക്സിസിൽ u sin θ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. x ആക്സിസിൽ u cos θ എന്നൊരു കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇതിന് മൂവ് ചെയ്യാൻ ആവശ്യമായ, തുടക്കത്തിൽ ആവശ്യമായ വെലോസിറ്റി ഏതാണ്? നിങ്ങൾ നോക്കേ, ഇത് മുകളിലോട്ടാണ് പോണത് അല്ലേ മക്കളെ. ഇത് മുകളിലോട്ടാണ് പോണത്. ഈ മുകളിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇതിന് മൂവ് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമായ വെലോസിറ്റി ഏതാണ്? അത് u cos θ അല്ല, എന്താണ്? u sin θ ആണ്. അപ്വേഡ് ആയിട്ടുള്ള മൂവ്മെന്റിന് വേണ്ട ഫോഴ്സ് എന്താണ്?
വെലോസിറ്റി എന്താണ്, സോറി ഫോഴ്സിന്റെ വെലോസിറ്റി എന്താണ്, യു സൈൻ തീറ്റയാണ്. നിങ്ങൾ നോക്കി, ഇതല്ലേ മാക്സിമം ഹൈറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എടാ നോക്കണം, അതാ ഇവിടെ മുതൽ ഇവിടം വരെ വന്നത് ഈ ഡിസ്റ്റൻസ് അല്ലേ എടാ മാക്സിമം ഹൈറ്റ് അല്ലെ, ഈ ഡിസ്റ്റൻസ് ആണ് മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ കമ്പോണന്റിനെ ഞാൻ യു എക്സ് എന്ന് യു വൈ എന്ന് വിളിക്കുകയാണ്. ഈ യു സൈൻ തീറ്റ ഞാൻ എന്ത് വിളിക്കുന്നു, വൈ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് യു വൈ എന്ന് വിളിച്ചത്, അത് വൈ ആക്സിസിലെ കമ്പോണന്റ് ആയതുകൊണ്ടാണ് യു വൈ എന്ന് വിളിച്ചത്. യു കോസ് തീറ്റ ഞാൻ എന്തെന്ന് വിളിക്കുന്നു, യു എക്സ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് യു എക്സ് എന്ന് വിളിച്ചത്, അത് എക്സ് ആക്സിസിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയതുകൊണ്ടാണ് യു കോസ് തീറ്റയെ നമ്മൾ എന്ത് വിളിച്ചത്, യു എക്സ് എന്ന് വിളിച്ചത്. നിങ്ങളൊന്ന് നോക്കിയിടാം, അത് മൂവ് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ അതിന് ആവശ്യമായ വെലോസിറ്റി യു സൈൻ തീറ്റയായിരുന്നു. ഈ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അവിടെ യു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പിന്നീട് അങ്ങോട്ടാണ് പോണത്. യു എക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്ത് തന്നെ ആയിരിക്കും, യു കോസ് തീറ്റ ആയിരിക്കും അല്ലേ. അപ്പൊ യു വൈ എന്തായിരിക്കും മക്കളെ, യു വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യു വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എടാ അത് യു വൈ ഇവിടെ 0 ആയിരിക്കും, കാരണം അവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടായിരുന്നത് എങ്ങോട്ടായിരുന്നു പോകേണ്ടത്, അത് മുകളിലോട്ടായിരുന്നു പോകേണ്ടത്. പക്ഷെ അത് ഇങ്ങോട്ടാണ് വന്നത്, താഴോട്ടാണത് വന്നത്. രണ്ടാമത് ഈ ഒരു പോയിന്റ് നിങ്ങൾ എടുത്തേ, ഈ ഒരു പോയിന്റ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇത് കൊടുക്കാം, യു കോസ് തീറ്റ കൊടുക്കാം, യു കോസ് തീറ്റ കൊടുക്കാം. ഇവിടെ യു വൈ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം എന്താ പറയാം, യു സൈൻ തീറ്റ എന്ന് പറഞ്ഞ് എന്താന്ന് കൊടുക്കണം, 0 എന്ന് കൊടുക്കാം. എന്നാൽ ഈ ഒരു പോയിന്റ് എടുത്തേ, ഈ ഒരു പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്, അത് അങ്ങോട്ടും പോകുന്നുണ്ടല്ലോ, അങ്ങോട്ടൊരു സ്ട്രൈറ്റ് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അവിടെ നമുക്ക് അപ്പോൾ എന്താ എഴുതാൻ പറ്റും, അങ്ങോട്ട് എന്താ എഴുതുന്നുണ്ട്, ഒരു സ്ട്രൈറ്റ് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് എഴുതാം യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യു കോസ് തീറ്റയാണ്. എടാ ഇത് താഴോട്ടല്ലേടാ വരുന്നത്, നമുക്കറിയാം താഴോട്ട് വരുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ എഫക്റ്റ് ആണോ, വെർട്ടിക്കൽ കമ്പോണന്റിന്റെ എഫക്റ്റ് ആണോ. മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും അത് എന്തിന്റെ എഫക്റ്റ് ആണ്, അത് വെർട്ടിക്കൽ കമ്പോണന്റിന്റെ എഫക്റ്റ് ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് ഏതാണ്, യു സൈൻ തീറ്റയാണ്. വൈ ആക്സിസിലെ വെലോസിറ്റി ആണ് അല്ലെ, വൈ ആക്സിസിലെ സ്പ്ലിറ്റ് ചെയ്ത കമ്പോണന്റ് ആണ് അല്ലെ. അപ്പൊ യു സൈൻ തീറ്റയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം യു വൈ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതാം മക്കളെ, യു സൈൻ തീറ്റ എന്ന് എഴുതാം. എടാ അങ്ങനെ എഴുതിയാൽ മാത്രം ശരിയാകുമോ, എടാ നോക്കടാ നിങ്ങള്, എടാ മോനെ നീ നോക്കത്. കാരണം യു വൈ എന്ന് വെച്ചാൽ എന്താണ്, യു സൈൻ തീറ്റയാണ്. പക്ഷെ താഴോട്ടാണ് മുകളിലോട്ടാണ് യു സൈൻ തീറ്റ. സോ താഴോട്ടാണെങ്കിൽ ഞാൻ അവിടെ എന്ത് കൊടുക്കണം, ഒരു മൈനസ് കൊടുക്കണം. എന്താ കൊടുക്കണം, ഒരു മൈനസ് കൊടുക്കണം. തീർച്ചയായിട്ടും ഇതാണ് പ്രൊജക്റ്റൈൽ മോഷന്റെ വെലോസിറ്റി കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ ഒരു ഇനിഷ്യൽ വെലോസിറ്റി യു ഉണ്ട്. ആ ഇനിഷ്യൽ വെലോസിറ്റിയെ 2 കമ്പോണന്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്. എക്സ് ആക്സിസിലെ കമ്പോണന്റ് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് പോലെ എന്താണ്, അത് കോസ് എക്സ് ആണ്. ആംഗിൾ എക്സ് ആണെങ്കിൽ യു കോസ് എക്സ്, ആംഗിൾ നമ്മൾ തീറ്റയാണ് പറയുന്നതെങ്കിൽ യു കോസ് തീറ്റ. വൈ ആക്സിൽ എന്താണ്, യു സൈൻ തീറ്റയാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, അതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മുകളിലോട്ടാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. സോ അവിടെ നമുക്ക് വേണ്ട ആംഗിൾ ഏതാണ്, അല്ലെങ്കിൽ സോറി വെലോസിറ്റി 3 ഡെറിവേഷൻസ് ആണ്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതുകയാണ്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്, ഒന്നെന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി. 2 ഹൊറിസോണ്ടൽ റേഞ്ച്, രണ്ടെന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഞാനതിന് 6 എന്ന് കൊടുക്കുന്നു. 3 എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഹൈറ്റ്, ഞാനതിന് h എന്ന് കൊടുക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ യു എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ യു എന്ന് പറയപ്പെടുന്ന വെലോസിറ്റി 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. വൈ ആക്സിസിൽ നമ്മൾ അവിടുത്തെ ആംഗിൾ തീറ്റയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ വൈ ആക്സിസിൽ അതിനെ നമ്മൾ യു സൈൻ തീറ്റ എന്ന് പറയുന്നു. എക്സ് ആക്സിസിൽ നമ്മൾ എന്താ പറയുന്നു മക്കളെ, യു കോസ് തീറ്റ എന്ന് പറയുന്നു. എന്താ പറയുന്നു, യു കോസ് തീറ്റ എന്ന് പറയുന്നത്. എക്സ് ആക്സിൽ യു കോസ് തീറ്റ എന്നാണ് എക്സ് ആക്സിൽ നമ്മൾ പറയുന്നത്. കമ്പോണന്റ് 2 ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട്. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനു മുമ്പ് ഇതാണ് മാക്സിമം ഹൈറ്റ് ആണല്ലോ. നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന പ്രൊജക്റ്റൈൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അതാണ് ഇവിടെ നിലംപതിക്കുന്നുണ്ട്. ഇതിനെടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. Is the time taken by the projectile to return to the same horizontal position അല്ലേ, അല്ലെങ്കിൽ സെയിം ഹൊറിസോണ്ടൽ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലെവലിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, തിരിച്ചിവിടെ തന്നെ എൻഡ് ആക്കണം. അതിനുള്ള സമയമാണ്. ഞാൻ ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഡെറിവേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം,
ഈ ടൈം ഞാൻ എടുക്കുന്നു, സ്മാൾ ടി കൊടുക്കുന്നു. ഇവിടെ മുതൽ ഈ മാക്സിമം ഹൈറ്റ് വരെ ട്രാവൽ ചെയ്യാൻ ആവശ്യമായ സമയത്തെ സ്മാൾ ടി കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. തിരിച്ച് ഈ മാക്സിമം ഹൈറ്റ് മുതൽ ഇതാ ഈ എൻഡ് പൊസിഷൻ വരെ വരാനുള്ള ടൈമിനെ ഞാൻ എന്ത് മാർക്ക് ചെയ്യുന്നു, സ്മാൾ ടി കൊണ്ട് മാർക്ക് ചെയ്യുന്നു. എനിക്ക് വേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ്, ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ടൈമിനെ ഞാൻ ക്യാപിറ്റൽ ടി കൊണ്ട് മാർക്ക് ചെയ്യുന്നു. ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ ഈ രണ്ട് ടീം കൂടെ കൂട്ടുന്നതാണ്, അതായത് 2 × t അല്ലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അല്ലെ, കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ നോക്കണം, ഈ മാക്സിമം ഹൈറ്റിൽ എക്സിസ്റ്റ് ചെയ്യപ്പെടുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ് എന്തായിരിക്കും, അത് യു കോസ് തീറ്റ ആയിരിക്കും. സംശയം വേണ്ട, എന്താണ്, യു കോസ് തീറ്റയാണ്. എന്താണത്, യു കോസ് തീറ്റയാണ്. ഇവിടെ യു സൈൻ തീറ്റ എന്താണ്, 0 ആണ് അല്ലെ. ഇവിടെ എന്താണ്, യു സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. യു സൈൻ തീറ്റ എന്താണ്, 0 ആണ്. ഇനി നമുക്ക് അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ടി ആണ്. സ്മാൾ ടി കണ്ടുപിടിച്ചിട്ട് അതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്, ടി ആണ്. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ സ്ട്രൈറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയ ഇക്വേഷൻ ഉണ്ട്. v = u + at. v എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. u എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി ആണ്. a എന്ന് വെച്ചാൽ എന്താണ്, ആക്സിലറേഷൻ ആണ്. t എന്ന് വെച്ചാൽ ടൈം ആണ്. നമുക്ക് ഈ ടൈം ആണ് വേണ്ടത്. നമ്മളൊന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഒബ്ജക്റ്റ് വന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് റെസ്റ്റിലായി കഴിഞ്ഞാൽ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്താണ് മക്കളെ, ഫൈനൽ വെലോസിറ്റി 0 ആണ്. സോ ഞാൻ കൊടുക്കുന്നു v = 0. ഞാനിവിടെ 0 കൊടുത്തു ആണല്ലോ. ഇനി എനിക്ക് വേണ്ടത് എന്താണ്, u ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി എനിക്ക് വേണ്ടത് എന്താണ്, u ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇവിടെ എടുക്കുകയാണ്, u ഇനിഷ്യൽ വെലോസിറ്റിയാണ് വേണ്ടത്. ഈ പ്രൊജക്ടൈലിന്റെ ഫൈനൽ വെലോസിറ്റി റെസ്റ്റിലായപ്പോൾ 0 ആയി. ഈ പ്രൊജക്ടൈൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ 2 വെലോസിറ്റി ഉണ്ട്, യു കോസ് തീറ്റയും ഉണ്ട്, യു സൈൻ തീറ്റയും ഉണ്ട്. ഇത് മൂവ് ചെയ്യുമ്പോൾ ഇവനെ മൂവ് ചെയ്യിപ്പിക്കുന്ന വെലോസിറ്റി ഏതാണ് മക്കളെ, അതാ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അതെന്താണ്, സൈൻ തീറ്റയാണ്. ഞാൻ അവിടെ കൊടുക്കുന്നു യു സൈൻ തീറ്റ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ മോഷൻ ആണെങ്കിൽ അവിടെ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മറ്റൊരു പേര് പറയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. നമ്മൾ എന്താ പറയും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. ആണല്ലോ, ശരി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമ്മൾ ലെറ്റർ ഉണ്ട്, ജി ആണ്. ഞാൻ ആ ജി എഴുതി. പക്ഷെ നമ്മൾ നോക്കണം മക്കളെ, ഇത് മുകളിലോട്ടല്ലേടാ പോണത്, താഴോട്ടാണെങ്കിലാണ് +g. മുകളിലോട്ടാകുമ്പോൾ എന്താവും, -g ആവും. ടി അതേപോലെ കൊടുക്കാം. ഞാൻ ഈ -gt ഇവിടെ കൊണ്ടുവരികയാണ്. gt = u sin θ. ഓക്കെ ആണോ മക്കളെ? ഓക്കെ. എനിക്ക് വേണ്ട എന്താണ്, t എന്താണ്, u sin θ എന്താണ്, g ആണ്. ഞാൻ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ടൈമാണ് എടുത്തത്, അല്ലെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ടൈമാണ് എടുത്തത്. എനിക്ക് മൊത്തത്തിൽ വേണ്ട ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, ടോട്ടൽ ടൈം ടേക്കൺ ആണ്. സോ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × സ്മാൾ ടി ആണ്. എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻഡിക്കേഷൻ 2 സ്മാൾ ടി എന്താ കൊടുക്കാം, യു സൈൻ തീറ്റ / എന്താണ്, ജി എന്ന് കൊടുക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയാം. ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ 6 കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഇക്വേഷൻ അറിയാം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്താണ് മക്കളെ, ടൈം ആണെന്ന് അറിയാം അല്ലേ. നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താ പറയാം,
ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ടൈമിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വെലോസിറ്റി ഇൻറ്റു എന്താണ് ടൈം ആണെന്ന് അറിയാം. നമുക്ക് ഈ ടൈമിന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ ടി കൊടുക്കുക കേട്ടോ. ടൈം ആണെന്ന് അറിയാം, മൊത്തത്തിലുള്ള ടൈം അല്ലേ, അതുകൊണ്ടാണ് ക്യാപിറ്റൽ ടി കൊടുത്തത്. ഓക്കെ, ഇവിടുത്തെ വെലോസിറ്റി എടാ ഇത് നിങ്ങൾ തന്നെ പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മളത് ഇവിടെ മുതൽ ഇവിടം വരെ വരാൻ ആവശ്യമായ വെലോസിറ്റി യു സൈൻ തീറ്റയാണുള്ളത്. അതായത് യു സൈൻ തീറ്റയുടെ ആവശ്യം ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രമേ ഉള്ളൂ. പിന്നീട് ബാക്കിയെല്ലാം എന്തിൻ്റെ കളിയാണ്? ഈ കോസ് തീറ്റയുടെ കളിയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം, അതായത് ഇങ്ങോട്ട് താഴോട്ട് വരുന്ന പോയിന്റുകളിൽ എന്തിൻ്റെ എഫക്റ്റും കൂടെ ഉണ്ട്? മൈനസ് യു സൈൻ തീറ്റയുടെ എഫക്റ്റും കൂടെ ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മക്കളെ, ഇവിടെ ഹൊറിസോണ്ടൽ റേഞ്ച് എടുക്കാൻ നേരത്ത് ഈ വെലോസിറ്റി, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി ഏതാണ്? അതാണ് അങ്ങോട്ടല്ല ഇടാക്കുന്നത്, അത് യു കോസ് തീറ്റയാണ്. അപ്പോൾ വെലോസിറ്റിക്ക് വരെ എന്താ കൊടുക്കാം? യു കോസ് തീറ്റ. ടൈം ഓഫ് ഫ്ലൈറ്റിൽ നമ്മൾ കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് മക്കളെ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ? 2u സൈൻ തീറ്റ ബൈ എന്താണ്? ജി ആണ്. എടാ ഞാൻ ഈ യുവിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്, ഞാൻ അതിൽ എഴുതിയാണ് യു സ്ക്വയർ. ഞാൻ ഇത് ഒന്നിച്ച് എഴുതിയാണ് 2 സൈൻ തീറ്റ. കോസ് തീറ്റ എഴുതിയാലും പ്രശ്നമില്ല, ഞാൻ കോസ് തീറ്റ കുറച്ച് അപ്പുറം എഴുതുന്നു. കോസ് തീറ്റ ബൈ എന്താണ്? ജി എഴുതുകയാണ്. എടാ മക്കളെ നിങ്ങളൊന്ന് നോക്കിയടാ, നിങ്ങൾ ട്രിഗണോമെട്രി പഠിക്കുന്നവരല്ലേടാ. എടാ ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ? ഇക്വേഷൻ എന്താണ്? അതായത് സൈൻ 2x എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. 2 സൈൻ എക്സ് ഇൻറ്റു എന്താണ്? കോസ് എക്സ് അല്ലേടാ. അതല്ലേടാ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ കൊടുക്കാം? ഡിസ്പ്ലേസ്മെന്റിന് പകരം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്, r ആണ്. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ എന്ത്? ജി. ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ മക്കളെ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ കിട്ടി. എന്താണ്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. എടാ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മാക്സിമം ഡിസ്റ്റൻസ് ആണ്. എടാ നമ്മൾ ഫുട്ബോൾ തട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫുട്ബോൾ കിക്ക് ചെയ്യുന്നു, ക്രിക്കറ്റ് ബാൾ കൊണ്ട് അടിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജാവലിൻ ത്രോ എറിയുന്നു, ഇതെല്ലാം പരാബോളിക് ഷേപ്പിലാണ്. ഇതെല്ലാം പ്രൊജക്റ്റൈൽ മോഷനാണ്. മാക്സിമം ഡിസ്റ്റൻസ് വരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റി അതൊരു വലിയ ഫാക്ടറാണ്. അതിലുപരിയായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ തീറ്റയ്ക്ക് വലിയ വിലയുണ്ട്, അല്ലെങ്കിൽ ആംഗിളിന് വലിയ വിലയുണ്ട്. എടാ നോക്കിയേ, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. സൈൻ്റെ ഏറ്റവും വലിയ വാല്യൂ, സൈൻ്റെ ഏറ്റവും വലിയ വില എന്ന് വെച്ചാൽ സൈൻ 90 ആകുമ്പോഴാണ് മാക്സിമം വില 1 ആണ്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാം. r ഈക്വൽ എന്താണ്? യു സ്ക്വയർ സൈൻ 2 തീറ്റ. ഇതാണ് ആംഗിൾ. എത്രയാണ്? ബൈ ജി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈൻ ഈ 2 തീറ്റ എത്ര ആകണം? ഇവിടെ മാക്സിമം ആവണമെങ്കിൽ 90 ആകണം. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്ര ആവണം? 90/2 എത്ര വരണം മക്കളെ? 45 വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90 കൊടുത്തു കഴിഞ്ഞാൽ r ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 90/g വരും. എന്ന് വെച്ചാൽ r ഈക്വൽ എത്ര വരും? യു സ്ക്വയർ ബൈ ജി വരും. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസിലോട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റ് പോകണമെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയപ്പെടുന്നത് എന്തായിരിക്കും? അത് 45 ഡിഗ്രി ആയിരിക്കപ്പെടും. ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കപ്പെടും. അപ്പോൾ മാക്സിമം റേഞ്ച് ഇൻഡിക്കേഷൻ എന്തായി മാറും? യു സ്ക്വയർ ബൈ ജി ആയിട്ട് മാറും. അപ്പം ഇതുവരെ 2 ഡെറിവേഷൻ ആണ് പഠിച്ചത്, എക്സ്പ്രഷൻ ആണ് പഠിച്ചത്. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ എക്സ്പ്രഷൻ അല്ലേ, ടൈം ഓഫ് ഫ്ലൈറ്റ്. അതേപോലെ നമ്മൾ പഠിച്ചത് എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ എക്സ്പ്രഷൻ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സിമം ഹൈറ്റ് ആണ്. എടാ നോക്കണം, നിങ്ങൾ മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഈ എച്ച് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് മാക്സിമം ഹൈറ്റ് അല്ലെ. ഈ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് മാക്സിമം ഹൈറ്റ്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ യു വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, അത് അവസാനം ഇവിടെ വന്ന് ചേരുന്നു. അപ്പോൾ എന്താണ്? ഈ ഇനിഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയുന്നു? ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നു. ഹൊറിസോണ്ടൽ റേഞ്ചിൽ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? R ആണ്. ഇവിടം മുതൽ ഇവിടം വരെ എത്താനുള്ള ടൈമിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാനുള്ളത് മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ് ഇതാ ഇവിടെയാണ്. നമുക്കറിയാം, നമ്മളിവിടെ ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഇക്വേഷൻ ഓഫ് മോഷനിലെ ഇക്വേഷൻ ഈ ഇക്വേഷൻ ആണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ്. വെലോസിറ്റി എന്ന് വെച്ചാൽ വി, മാക്സിമം വി എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി ആണ്. ഇടേ മക്കളെ നിങ്ങളൊന്ന് ആലോചിക്കാം, മാക്സിമം ഹൈറ്റിൽ ഫൈനൽ വെലോസിറ്റി എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. മാക്സിമം ഹൈറ്റിൽ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഞാൻ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതുന്നു. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്.
നോക്കണം, വി എന്ന് വെച്ചാൽ എന്താണ്? സീറോ ആണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. മാക്സിമം ഹൈറ്റിൽ എന്താണ്? റസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി സീറോ ആണ്. മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഒന്ന് റസ്റ്റിലായി കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി സീറോ ആണ്. അതുപോലെ മാക്സിമം ഹൈറ്റിലും എന്താണ്? സീറോ ആണ്. യു എന്താണ് മക്കളെ? യു നിങ്ങളത് പറഞ്ഞു. ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. മുകളിലോട്ട് പോകാൻ ആവശ്യമായ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. സോ എന്താണ്? യു സൈൻ തീറ്റ. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, എ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മോഷൻ ആയതുകൊണ്ട് തന്നെ അതെന്തായി മാറും? ജി ആയി മാറും. മുകളിലോട്ടാണ് പോണത്. സോ നമ്മൾ മൈനസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുക. എസ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? അറിയാം, സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ എസ് ഡിസ്പ്ലേസ്മെന്റ്, വെർട്ടിക്കൽ മോഷനിൽ എസ് എന്ന് പറയുന്നത് എന്താവും? ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ആയി മാറും. നമ്മളിവിടെ എന്താ പറയാം? മാക്സിമം ഹൈറ്റ്. ഓക്കെ, നമുക്ക് ഇട്ട് കൊടുക്കാം. ബി സ്ക്വയറിന് പകരം സീറോയുടെ സ്ക്വയർ സീറോ, യു സ്ക്വയറിന് പകരം യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ആണ്. യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം മൈനസ് ജി ഇൻറ്റു എന്താണ്? എച്ച് ആണ്. എക്സ്പാൻഡ് ചെയ്യുമ്പം 0 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. എനിക്ക് എവനെയാണോ വേണ്ടത്? എനിക്ക് എച്ചിനെയാണ് വേണ്ടത്. സോ 2gh ഇപ്പുറം കൊണ്ടുവരിക. ഇവിടെ എന്താ ഉണ്ട്? യു സ്ക്വയർ ഉണ്ട്, സൈൻ സ്ക്വയർ തീറ്റയുണ്ട്. സോ എനിക്ക് വേണ്ടത് എച്ച് ആണ്. എസ് ഈസികൾ എന്താ കിട്ടും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ എന്ത് കിട്ടും? 2g എന്ന് കിട്ടും. ഇതാണ് എന്തെന്ന് പറഞ്ഞത്? മാക്സിമം ഹൈറ്റിനുള്ള എക്സ്പ്രഷൻ. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ, ഒരു പോയിന്റ് ഇട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് മക്കളെ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പഠിച്ചു ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം റേഞ്ചിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിൽ പോകണമെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ 45 ആണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇതല്ലേടാ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ അല്ലേടാ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ എത്രയാടാ? തീറ്റ ഇസിക്കൽ 90 ആണ്. സോ നമ്മൾ എഴുതാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മാക്സിമം വാല്യൂ ഓഫ് ഹൈറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്സിമം വാല്യൂ ഓഫ് ഹൈറ്റ്. മാക്സിമം വാല്യൂ ഓഫ് ഹൈറ്റ് കിട്ടണമെങ്കിൽ തീറ്റ ഇസിക്കൽ എത്ര ആയിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എഴുതിയ എച്ച് ഇസിക്കൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 90 കൊടുക്കുക, ഡിവൈഡ് ബൈ എന്താണ്? 2g ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? സൈൻ 90 1 ആണ്. എച്ച് ഇസിക്കൽ എത്ര ആണ്? യു സ്ക്വയർ ബൈ എത്ര ആണ്? 2g ആണ്. യു സ്ക്വയർ ബൈ എത്ര ആണ്? 2g ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്രഷൻ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ പ്രധാനമായിട്ടും 3 ഡെറിവേഷൻ ആണ് ഇവിടെ ഡിറൈവ് ചെയ്തെടുത്തത്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ടിയുടെ ഇക്വേഷൻ എന്താണ്? 2u സൈൻ തീറ്റ ബൈ എന്താ മക്കളെ? g എന്നുള്ളതാണ്. 2 എന്താണ്? അപ്പം ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ 2u സൈൻ തീറ്റ ബൈ എന്താണ്? g എന്നുള്ളതാണ്. 2 ഹൊറിസോണ്ടൽ റേഞ്ച് ഇൻഡിക്കേഷൻ ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് h is equal to u square sin 2 theta by എന്താണ്? u square sin 2 theta by എന്താണ്? g എന്നുള്ള ഇക്വേഷൻ ആണ്. u square sin 2 theta by g ആണ്. u square sin 2 theta by g എന്നുള്ള ഇക്വേഷൻ ആണ്. ഇതിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ അറ്റ് മാക്സിമം എച്ചിന്റെ വില മാക്സിമം ആവണമെങ്കിൽ തീറ്റ എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എച്ചിന്റെ വില എന്താവും? തീറ്റ 45 ആവുമ്പോൾ 45 ടു 90 വരും. 90 സൈൻ 90 1 ആണ്. അപ്പോൾ എച്ച് ഇസ്കൽ എന്താ വരും മക്കളെ? യു സ്ക്വയർ ബൈ ജി എന്ന് വരും. ഇനി നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഇനി നമ്മൾ പഠിച്ചത് മാക്സിമം റേഞ്ച്. സോറി, ഇവിടെ മാക്സിമം റേഞ്ച് ഇൻഡിക്കേഷൻ 6 ആണ് കേട്ടോ. ഇനി മാക്സിമം ഹൈറ്റ് ഇൻഡിക്കേഷൻ എന്താണ്? മാക്സിമം ഹൈറ്റ് ഇൻഡിക്കേഷൻ ഇതാണ്. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എന്താണ്? 2g ആണ്. മാക്സിമം ഹൈറ്റ്, അവിടെ ഒരു പോയിന്റ് ഉണ്ട്. മാക്സിമം ഹൈറ്റിൽ ആംഗിൾ എത്ര ആയിരിക്കും? 90 ആയിരിക്കും. സോ എച്ച് ഈസിക്കൽ എന്താ കിട്ടും? യു സ്ക്വയർ ബൈ 2g. മാറിപ്പോയത് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ഈസിക്കൽ ടു യു സ്ക്വയർ ബൈ 2g ആയിരിക്കും. അറ്റ് ഏത് ഇൻസിഡന്റിലാണ്? തീറ്റ 90 ആകാൻ നേരത്ത്. ഇവിടെ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം വരെ എത്രയാണ്? തീറ്റ 45 വരുമ്പോഴാണ്. അപ്പോൾ ഇക്വേഷൻ എച്ച് ഈസിക്കൽ ടു എന്താ വരും? എച്ച് അല്ല, സോറി, ഇവിടെ 6 ആണ്. ആർ ഈസിക്കൽ എന്താ വരും മക്കളെ? ആർ ഈസിക്കൽ ടു യു സ്ക്വയർ ബൈ ജി. ആർ ഈസിക്കൽ ടു യു സ്ക്വയർ ബൈ ജി എന്നുള്ളതായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, അടുത്തൊരു പോയിന്റ് ആണ് കൈനറ്റിക് എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് മാക്സിമം ഹൈറ്റ്. ഇവിടെ നിങ്ങൾ നോക്കണേ, ഈ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. എന്താണ്? ഹാഫ്
mv² ആണ്. നിങ്ങൾ നോക്കേ, ഒരു ഒബ്ജക്റ്റ് ഈ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അത് പൊസസ് ചെയ്യപ്പെടുന്ന അതിനുണ്ടാകുന്ന വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? അതിനുണ്ടാകുന്ന വെലോസിറ്റി എന്തായിരിക്കും? നിങ്ങൾ നോക്കേ, അതിനുണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാം നമുക്ക് യു കോസ് തീറ്റയാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞാണ് യു കോസ് തീറ്റയാണ് അതിൻ്റെ ആവശ്യം. സോ നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? ഹാഫ് ഇൻറ്റു എമ്മിന് വരെ എന്താണ്? യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. പിന്നീട് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നമ്മൾ രണ്ട് വസ്തുക്കൾ ഒരേ സമയത്ത് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇത് വന്ന് ഇവിടെ വീണു, ഇതിന്റെ ആംഗിൾ θ1 ആണ്. അടുത്തൊരെണ്ണം കൂടെ ഞാൻ പ്രൊജക്റ്റ് ചെയ്തു, അതും ഈ സെയിം ഡിസ്റ്റൻസിലാണ് വന്ന് വീണത്. അതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആംഗിൾ θ2 ആണ്. ഈ ആംഗിൾ എത്രയാണ്? θ2 ആണ്. അറിയുന്നില്ല, ഈ ആംഗിൾ എത്രയാണ്? θ2 ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ഒറ്റ ടൈമിൽ സെയിം ടൈമിൽ രണ്ട് ഒബ്ജക്റ്റുകൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയാണ്. രണ്ടിന്റെയും ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ θ2 കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. 90 മൈനസ് θ1 ആയിരിക്കും. മക്കൾ ഇത് ഫുള്ളായിട്ട് 90 അല്ലേടാ? ഇത് ഫുള്ളായിട്ട് 90 ആവാൻ നേരത്ത് ഈ θ2 കാണാനായിട്ട് എന്താ വേണം? ഈ 90ൽ നമ്മൾ എന്താ കുറച്ചാൽ മതി? θ2 അല്ലെങ്കിൽ θ1 മൈനസ് ചെയ്താൽ മതി. അപ്പൊ θ1 30 ഡിഗ്രിയിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തത് ഫസ്റ്റ് ഒബ്ജക്റ്റ്. രണ്ടാമതൊരു ഒബ്ജക്റ്റ് ഏതോ ഒരു ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ അതേ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ θ2 കാണാൻ എന്താ ചെയ്യും? θ2 is equal to 90 മൈനസ് 30. നമുക്ക് എത്ര ആയിരിക്കും മക്കളെ കിട്ടുന്നത്? 60 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്.